ഹലോ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മീഷോയിൽ ഒരു സെല്ലർ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഗ്രീൻ വോഗ് എന്നാണ് പേര്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയതാണ്. ഇപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെയാണ് ഞാൻ അതിനകത്ത് സെയിൽ ചെയ്യുന്നത്. ഇത് സിഫിയഡിയം പ്ലാന്റ് ആണ്. ഇതിന് മുന്നേ ഞാനിതിൻ്റെ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഒരാൾ എന്നോട് ചോദിച്ചു ഇതിൻ്റെ തൈ തരാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ എനിക്കതിപ്പം എങ്ങനെ തരാനാണ്. അപ്പോൾ ഞാനത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ആ ഒരു പ്ലാന്റ്സും, ഇത് ബെഗോണിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിൽവർ ആൻഡ് മെറൂൺ ടൈപ്പ് ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഇത് അഗ്ലോണിമ. അപ്പോൾ അങ്ങനെ ഏകദേശം ഞാനൊരു 4 പ്ലാന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ, പർപ്പിൾ ഷെയ്ഡിലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഇതിൻ്റെ എല്ലാം തന്നെ ഞാൻ കോഡ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പിക്ചേഴ്സും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോഡ് മീഷോയിൽ ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രീൻ വോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലേക്ക് നിങ്ങൾക്ക് ചെല്ലും. നിങ്ങൾക്ക് പ്ലാന്റ്സ് ഒക്കെ വേണ്ടത് ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പം നമുക്ക് ഈ ഒരു ഓർക്കിഡൊക്കെ ആണെങ്കിലും ഇതൊരു ഹൈബ്രിഡ് ടൈപ്പ് ഓർക്കിഡാണ്. അത്യാവശ്യം നന്നായിട്ട് പൂവുണ്ടാകുന്നതാണ്. ഇത് വേറൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ്. ഞാൻ ആകെ ഒരു 4 പ്ലാന്റ്സ് ആണ് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ജസ്റ്റ് പിന്നെ ഓർഡറൊക്കെ നോക്കിയിട്ട് ബാക്കി അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് ഒക്കെ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിൽ ഓർഡർ ചെയ്യാം. പിന്നെ ഒന്നുകിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണെങ്കിലും ആ പ്ലാന്റ്സിൻ്റെയൊക്കെ കോഡ് കൊടുത്തേക്കാവേ. ഇത് ഹെലിക്കോണിയ എന്ന് പറഞ്ഞിട്ടുള്ള ഓറഞ്ച് വെറൈറ്റിയാണ്. ഇതൊക്കെ അത്യാവശ്യം നന്നായിട്ട് പൂവുണ്ടാവുന്നതാണ്. ഇതൊരു 3 ക്വാണ്ടിറ്റിയാണ് കേട്ടോ, 3 എണ്ണമാണ് കൊടുക്കുന്നത് ഒരു ഇതിനകത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇത് അത്യാവശ്യം നല്ലൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അത്യാവശ്യം നല്ല കുറേ തൈകളൊക്കെ നമുക്കിവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ പയറുണ്ടല്ലോ, പയർ പറിക്കണം, പിന്നെ നമ്മുടെ ചേമ്പ് പറിച്ചെടുക്കണം, അതൊക്കെയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നമ്മുടെ പയർ ഉണ്ടാകുന്നതിന് വേണ്ട വളങ്ങളും അതിൻ്റെ എങ്ങനെയാണ് നടുന്നത് അങ്ങനെ കുറേ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ കണ്ടോ, നമ്മുടെ പയർ ഇങ്ങനെ കുറേ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് പറിച്ചെടുത്ത് കഴിയുമ്പോൾ തന്നെ അടുത്തത് ഇങ്ങനെ ഉണ്ടായി തുടങ്ങും. അപ്പോൾ നല്ലൊരു വെയിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോൾ തന്നെ ഈ ഒരു പയറെല്ലാം അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങി വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ പയറിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. രാവിലെയും വൈകിട്ടും ഒക്കെ ഒഴിച്ചു കൊടുക്കണം. ഇത് വൈജയന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൈബ്രിഡ് പയറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല തുരുതുരാന്ന് എല്ലായിടത്തും ദേഹം ഉണ്ടായിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു നീളമുള്ള പയറാണ് കേട്ടോ. ഇതൊരു കുറച്ചുണ്ടായി തന്നെ നമുക്ക് തോരൻ വയ്ക്കാനൊക്കെ ആയിട്ടാണെങ്കിലും നമുക്ക് എടുക്കാനായിട്ട് നല്ലതാണ്. ഇതിന് നമ്മൾ സാധാ പയറിനേക്കാളും കുറച്ചുകൂടെ കാമ്പുണ്ട് അകത്ത്. അത് മാത്രമല്ല ഇത് സ്പീഡിൽ വളരുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു ഹൈബ്രിഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല സ്പീഡിൽ വളരും. ചെറിയ രീതിയിലൊക്കെയുള്ള നമ്മൾ സ്ലറികളും കാര്യങ്ങളും അതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്താൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായി കിട്ടുന്നതാണ്. ഇത് കണ്ടില്ലേ, ഇത് അടുത്ത ഒരു ട്രിപ്പ് പൂവൊക്കെ ആയി വരുവാണ്. അപ്പം ഇപ്രാവശ്യം നമ്മളിവിടെ പയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു നട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എന്താ പറയുക, ഇതിനകത്തുനിന്നൊരു അത്യാവശ്യം നല്ലൊരു നീളമുള്ള പയറെടുത്തിട്ട് നേരത്തെ തന്നെ, അത് ഞാൻ നേരത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഉണ്ടായ ഒരു പയർ ഞാൻ ഉണക്കാനായിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള പയറുകളൊക്കെ ഇപ്പോൾ ഞാൻ പറിച്ചെടുക്കുകയാണ്. പിന്നെ ഞാൻ പറിച്ചെടുക്കുന്ന പയറിനകത്ത് നല്ല നീളമുള്ള ഒരെണ്ണം ഞാൻ പാകാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ആദ്യം നമ്മൾ ഉണ്ടായിട്ടുള്ളത് ഉണക്കാനായിട്ട് വെച്ചതാണ്. ഇതൊക്കെ ഇനിയും വളർന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ചേമ്പ് പറിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയിലേക്ക് പോകാം.
കുറേ ചേമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ചേമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇനിയും കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു ചേമ്പ് നടുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നല്ല വളവും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് നട്ടതാണ്. ഇതിന് മുന്നേ ഇവിടുന്ന് ചേമ്പ് വിളവെടുത്തത് അന്ന് ഇവിടെ നമ്മൾ ചാക്കിനകത്തൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വിളവെടുത്ത വീഡിയോ ഒക്കെ അത്യാവശ്യം കുറേ പേര് കണ്ടിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എന്തുമാത്രം ചേമ്പാണെന്നറിയാം ഇനി കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ പ്രാവശ്യം നമ്മളൊരു ചേന നട്ടിട്ടുണ്ടായിരുന്നു. അതും പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു കുറച്ച് വലിപ്പമുള്ളൊരു ചേനയും കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാനിവിടെ ഈ ചേമ്പും കാര്യങ്ങളും സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കാനേ പോയിട്ടില്ലായിരുന്നു. കണ്ടില്ലേ ചുറ്റും നല്ല കാടും കാര്യങ്ങളും എല്ലാം ആയിട്ടും ഉണ്ടായിരുന്നു. പിന്നെ വളവും കാര്യങ്ങളും ഒന്നും സത്യം പറഞ്ഞാൽ ഇതിന് ഇട്ടിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ കുഴിച്ച് ഞാൻ നോക്കിയിട്ട് ഒരു ചേമ്പെന്ന് പറഞ്ഞ സാധനമേ കിട്ടിയിട്ടില്ലായിരുന്നു. ഇതെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ ഇലയെല്ലാം വാടിയിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും എന്നാൽ ഈ ചേമ്പ് ഏകദേശം പറിക്കാറായിട്ടുണ്ട്, വല്ല ഈ എലിയൊക്കെ വന്ന് തുരന്നെടുക്കുന്നതിനേക്കാളും മുന്നേ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഓരോ ദിവസം ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് വൈകുന്നേരം പുഴുങ്ങി കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ കിട്ടിയ ചേമ്പുകൾ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചേമ്പ് പറിച്ചെടുക്കാം. അടുത്തതും ഇപ്രാവശ്യം എന്ന് വെച്ചാൽ കുറച്ചും കൂടെ കൂടുതൽ ചേമ്പ് നട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചാക്കിൽ ഗ്രോ ബാഗിലും ഒക്കെ ചേമ്പ് നടുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരു 3 ലക്ഷത്തോളം വ്യൂസ് എനിക്ക് ആ ഒരു വീഡിയോയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് കുറേ നെഗറ്റീവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടില്ല രണ്ടാമത്തെ ചേമ്പിൽ നിന്ന് കിട്ടിയതാണ് ആ ഒരു ചെറിയ സാധനം. കണ്ടോ അതാണ്. അപ്പോൾ നല്ല അത്യാവശ്യം തടയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു തടയും സംഭവങ്ങളും ഒക്കെ ഉള്ളായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ചേമ്പെന്ന് പറഞ്ഞ സാധനമില്ലായിരുന്നു. എങ്കിലും ഞാനൊരു പ്രതീക്ഷയ്ക്ക് അങ്ങ് തുറന്ന് നോക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലല്ലേ നമ്മൾ ഇതിനകത്തൊക്കെ വല്ല വളം ഇട്ടാൽ മാത്രമാണ് ഇതിനകത്തു നിന്നൊക്കെ വല്ലതും കിട്ടുന്നത്. പിന്നെ ചേനയ്ക്ക് വലിയ കാര്യമായിട്ട് വളം കൊടുത്തിട്ടില്ലായിരുന്നു, എങ്കിലും അതിനകത്തുനിന്ന് ചേന കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചേമ്പ് അങ്ങനെയല്ല, നമ്മൾ നന്നായിട്ട് വളവും കാര്യങ്ങളും ഒക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചക്കച്ചവണിയും അതും ഇതും ഒക്കെ ഉള്ളതൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചാക്കിൽ നട്ടിട്ടുള്ളതും കൂടിയൊക്കെ ആയിരുന്നു. അപ്പോൾ നന്നായിട്ട് ചേമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് പരിപാടി. കണ്ടില്ലേ ഇത്രയൊക്കെ ഉള്ളൂ. ചേമ്പ് നമുക്ക് കിട്ടിയിട്ടേ ഇല്ല, അതിൻ്റെ തട മാത്രമുണ്ട്. ഇനി ബാക്കി പേരിന് കുറച്ച് ചേമ്പുണ്ട്. ഇതിനിയും എന്താവുമെന്ന് അറിയില്ല. ഇനിയിപ്പം ഇതിനി ഫുള്ളൊന്ന് എല്ലാം ഒന്ന് ഇലയെല്ലാം ഉണങ്ങിക്കഴിഞ്ഞിട്ട് നോക്കാം വല്ലതും കിട്ടുമോ എന്നുള്ളത്. ഇതിൻ്റെ നിപ്പ് കണ്ടിട്ട് വലിയ കാണുമെന്ന് തോന്നുന്നില്ല, അറിയില്ല. പക്ഷെ നമ്മൾ നേരത്തെയൊക്കെ ആണെങ്കിലും ചേമ്പ് അത്ര വലിപ്പമില്ലാത്ത ചേമ്പ് പറിച്ചെടുക്കുമ്പോഴാണെങ്കിലും അതിൻ്റെ ചുവട്ടിൽ വിത്തൊക്കെ കാണുമായിരുന്നു. കണ്ടോ ഇതാണ് കിട്ടിയിട്ടുള്ളത്. ഇതിനാകെ കിട്ടിയിട്ടുള്ള ഒരു ഉണ്ട വിത്ത് കണ്ടോ. ഇതെനിക്ക് തോന്നുന്നു ഇത് സത്യം പറഞ്ഞാൽ നട്ടത് എപ്പോഴാണെന്ന് പോലും ഞാൻ ഓർക്കുന്നില്ലായിരുന്നു. ഇതിൻ്റെ സൈഡിലൊക്കെ കുഞ്ഞു കുഞ്ഞു വിത്തുകൾ ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നുണ്ടായിരുന്നു. ഇനി ഇത് പറിക്കേണ്ട സമയമാണോ എന്നൊരു സംശയം കൂടിയുണ്ട്. എന്തായാലും വേറെ വലിയതായിട്ട് ചേമ്പൊന്നും കിട്ടിയിട്ടില്ല. ഇത് കുറച്ച് നാളായി നട്ടിട്ടും. കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു അവിടെ ചെറിയ ചെറിയ മുളയും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ചേമ്പ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ തക്കാളി വഴുതന അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇത് ഔഷധ ഒരു പരമായിട്ടുള്ള ഒരു ചെടിയും കൂടിയൊക്കെയാണ്. ഇതിൻ്റെ ഇലയൊക്കെ തോരൻ വയ്ക്കാമെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ എന്താണ് കണ്ടില്ലേ നന്നായിട്ട് ഇതിനകത്ത് തക്കാളി വഴുതനങ്ങ ഇപ്രാവശ്യം നന്നായിട്ട് ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു ഒറ്റ ഒരു മൂടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. നമ്മുടെ ഒരു ചെറിയ ചട്ടിക്കകത്ത് വെച്ചേക്കാണ്. പിന്നെ ഇത് അത്യാവശ്യം പടർന്ന് കയറുന്ന ആയതുകൊണ്ട് ഇതിനൊരു സപ്പോർട്ടും കൂടെ ഒക്കെ കൊടുത്താൽ മതി. നന്നായിട്ട് ഇതിനകത്ത് തക്കാളിക്ക് ഇങ്ങനെ പിടിച്ച് കിട്ടും. ശരിക്കും തക്കാളിയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്, ഒരു പുളിപ്പുണ്ട് ഇതിന്, അധികം മൂക്കുന്നതിന് മുന്നേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ അത്യാവശ്യം ഇതൊരു നല്ലൊരു പച്ചക്കറിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കറിക്കകത്തൊക്കെ ഇടാനായിട്ട് വഴുതനങ്ങയ്ക്കൊക്കെ ആയിട്ട് നമുക്ക് ഇത് ഇട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലൊരു പ്രതീക്ഷയുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതൊരു കുഞ്ഞൊരു ഉണ്ട വഴുതനങ്ങ ഉണ്ടായിരുന്നേ. പിന്നെ ഇത് നമ്മുടെ മാങ്ങായിഞ്ചിയാണേ. അന്ന് മാങ്ങായിഞ്ചി നടുന്നൊരു വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ദേ കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു മുളയും സംഭവങ്ങളും ഒക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചൊക്കെ ഞാൻ ഒരു ചട്ടിയിലും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും ദേ കണ്ടില്ലേ കുഞ്ഞൊരു മുളയായിട്ട് വരുന്നുണ്ട്. ബാക്കിയെല്ലാം മുളച്ച് വരുന്നതേ ഉള്ളൂ. ഫുള്ളായിട്ട് ഇവിടെ അങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ ഇതിനി കുറച്ചും കൂടെ ഒരു വെയിലുള്ള സ്ഥലത്തോട്ടൊന്ന് മാറ്റി വെക്കണം. എന്തായാലും ഇത് അഴുകിയൊന്നും പോയിട്ടില്ല, ചെറിയ ചെറിയ മുള ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പം നല്ല ഈ മഴയും ഒക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും സംഭവം വളർന്നു വരുമെന്ന് വിചാരിക്കുന്നു.
പിന്നെ നമ്മുടെ ഇഞ്ചി നമുക്കിപ്പോൾ അത്യാവശ്യം വീട്ടിലുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ ഇഞ്ചിയൊന്നും പറിച്ചെടുക്കുന്നില്ല. ഇത് ഏകദേശം ഒരു കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. കാരണം ഇഞ്ചി ഏകദേശമൊക്കെ ഒന്ന് വേണ്ടില്ലേ ഒന്ന് വിളഞ്ഞ് വരുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ ചുവട്ടിലൊക്കെ കുറച്ചുകൂടെയൊക്കെ മണ്ണിട്ട് കൊടുക്കേണ്ടതാണ്. കണ്ടില്ലേ ഇതിങ്ങനെ പൊട്ടി പൊട്ടി വരുന്നത് കണ്ടില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇഞ്ചി കൊണ്ട് നമുക്കിവിടെ മഞ്ഞളുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇഞ്ചി നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ ചാക്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ നട്ട് വെക്കുന്നതാണ് കേട്ടോ. ഇത് അഴുകിപ്പോയിട്ട് ഞാൻ വീണ്ടും കുഞ്ഞു കുഞ്ഞ് ഇഞ്ചി കഷ്ണങ്ങൾ കൊണ്ട് നട്ട് വെച്ചതാണ്. പിന്നെ ഇത് മധുരക്കിഴങ്ങാണ്. അപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇലയെല്ലാം ഫുള്ള് എനിക്ക് തോന്നുന്നു ഫുള്ള് മഞ്ഞായിട്ട് വരണം. എല്ലാം ഉണങ്ങിയൊക്കെ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു പാകമാവുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനകത്തുനിന്ന് വല്ലതും കിട്ടുമോ എന്നുള്ളത്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നട്ട് വെച്ചതാണ്. എന്താവുമെന്ന് അറിയില്ല. ഇത് നന്നായിട്ട് സ്പ്രെഡ് ആവുന്നൊരു കിഴങ്ങും കൂടിയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ ചെറുകിഴങ്ങായിരുന്നു നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതുമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്